കുഞ്ഞിമണികളെ, കഥ കേൾക്കാൻ റെഡിയാണോ? ഒരിടത്തൊരിടത്ത് മീര എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. മീരയുടെ വീട് ഒരു ഗ്രാമത്തിലായിരുന്നു. അച്ഛനും അമ്മയും മീരയും, മീരയെ കൂടാതെ വേറെയും 5 കുഞ്ഞുങ്ങളും, എല്ലാവരും കൂടി സ്നേഹത്തോടെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. മീരയുടെ അച്ഛൻ കെട്ടിടങ്ങളൊക്കെ പണിയുന്ന ഒരു തൊഴിലാളിയായിരുന്നു. മീരയുടെ അമ്മയോ ഒരു ചെറിയ ചായക്കട നടത്തിയിരുന്നു. അങ്ങനെ അച്ഛനും അമ്മയും നന്നായി അധ്വാനിച്ചാണ് ആ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കുട്ടികളും അവരാൽ കഴിയും വിധം അച്ഛനെയും അമ്മയും ഒക്കെ സഹായിച്ചു. അവരെന്ത് സഹായമാ ചെയ്തതെന്നോ? വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ അവർ ചെയ്യും. പ്രത്യേകിച്ചും വിറക് ശേഖരിക്കൽ. എന്തിനാണ് വിറകെന്നോ? നമ്മുടെ മീരയുടെ അമ്മ ആഹാരം പാകം ചെയ്തിരുന്നത് വിറകടുപ്പിലാണ്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും വിറക് വേണമല്ലോ, അല്ലേ? ആ ജോലി ഏറ്റെടുത്തിരുന്നത് മൂത്ത സഹോദരനും മീരയുമാണ്. 2 പേരും കൂടി കാട്ടിലേക്ക് പോകും. ഉണങ്ങിയ മരച്ചില്ലകളൊക്കെ ശേഖരിക്കും. അതാണ് അവരുടെ വിറക്. അങ്ങനെ ഒരു ദിവസം മീരയും ജ്യേഷ്ഠനും കൂടി കാട്ടിലേക്ക് പോയി വിറക് ശേഖരിക്കാൻ. കുട്ടികൾ നടന്ന് നടന്ന് കുറേ വിറകുകൾ ശേഖരിച്ച് ഒരു വലിയ കെട്ടാക്കി മാറ്റി. നല്ല ഭാരമുള്ള ഒരു കെട്ട്. ഇനി ഈ കെട്ട് സുരക്ഷിതമായി തിരികെ വീട്ടിലെത്തിക്കണം. ജ്യേഷ്ഠൻ വിറക് കെട്ട് ഉയർത്താൻ ശ്രമിച്ചു. അയ്യോ, എന്തൊരു ഭാരമാണിതിന്! ഓ, ഇതെടുത്തുകൊണ്ട് വീട്ടിൽ പോകാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, മീരയുടെ ജ്യേഷ്ഠൻ പറഞ്ഞു. മീര വിറക് കെട്ടിനടുത്തേക്ക് വന്നു. മീരയ്ക്കന്ന് വെറും 12 വയസ്സ് മാത്രമാണ് പ്രായം. മീര എന്ത് ചെയ്തെന്നോ? വളരെ എളുപ്പത്തിൽ ആ വിറക് കെട്ട് എടുത്തുയർത്തി, നിഷ്പ്രയാസം. ഹോ, ഇത് കണ്ട് ജ്യേഷ്ഠൻ പറഞ്ഞു, മീര, നിനക്ക് എന്തൊരു ശക്തിയാണ്! നീ ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആകുന്നതാണ് നല്ലത്. കുഞ്ഞിമണികളെ, ജ്യേഷ്ഠൻ എന്താ പറഞ്ഞത്? മീര വലുതാകുമ്പോൾ ഒരു വെയ്റ്റ് ലിഫ്റ്റർ. വെയ്റ്റ് ലിഫ്റ്റർ എന്ന് പറഞ്ഞ ആരാണ്? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ. വലിയ വലിയ സ്പോർട്സ് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ വെയ്റ്റ് ലിഫ്റ്റിംഗ് എന്നൊരു മത്സരമുണ്ട്. ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആവാൻ നമ്മുടെ മീരയ്ക്ക് പറ്റുമെന്നാണ് ജ്യേഷ്ഠൻ പറഞ്ഞത്. എന്നാൽ വെറും 12 വയസ്സ് മാത്രമുള്ള നമ്മുടെ മീരയ്ക്ക് മറ്റൊരു സ്വപ്നമാണ് ഉണ്ടായിരുന്നത്. എന്താണെന്നോ? മീരയ്ക്ക് ഒരു ആർച്ചർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ആർച്ചർ അതാരാണ്? അമ്പെയ്ത്തുകാരി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരം, ഭാരമെടുത്തുയർത്തുന്ന മത്സരം. അതുപോലെ സ്പോർട്സിലുള്ള മറ്റൊരു മത്സരമാണ് ആർച്ചറി, അമ്പെയ്ത്ത്. അമ്പെയ്ത്തിൽ പങ്കെടുക്കുന്ന ആളെ നമ്മൾ എന്ത് വിളിക്കും? ആർച്ചർ. എന്തുകൊണ്ടാണെന്നറിയാമോ മീര അങ്ങനെ ആഗ്രഹിച്ചത്? മീരയുടെ ഗ്രാമത്തിലെ മിക്ക ആൺകുട്ടികളും ഫുട്ബോൾ കളിക്കാൻ പോകും. പക്ഷെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ഉടുപ്പ് മുഴുവൻ ചെളിയായിട്ടുണ്ടാവും. മീരയ്ക്ക് അതിഷ്ടമല്ല. മീരയ്ക്ക് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് ആർച്ചറി, അമ്പെയ്ത്ത് പോലെ ഒരു സ്പോർട്ട് തെരഞ്ഞെടുക്കണമെന്ന് മീര തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കെ മീര ആർച്ചറി പഠിപ്പിക്കുന്ന ഒരു സ്ഥലത്തെക്കുറിച്ച് അറിഞ്ഞു. തന്റെ കസിനെയും കൂട്ടി മീര ആർച്ചറി പഠിപ്പിക്കുന്ന ആ സെന്ററിലേക്ക് പോയി. എന്നാൽ അവിടെ ചെന്നപ്പോഴോ അന്നത്തെ ദിവസം അവിടെ അമ്പെയ്ത്തിന് പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല. മീര മറ്റൊരു കാര്യം കണ്ടു. വെയ്റ്റ് ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഭാരമുയർത്തൽ. ഇത് കണ്ടപ്പോ മീരയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഹോ, എത്ര ശ്രദ്ധയോടെയാണ് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത്! ഇവർക്കൊക്കെ എന്ത് ശക്തിയായിരിക്കും! എന്നാ പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഒരു കൈ നോക്കാം.
നമ്മുടെ മീര തീരുമാനിച്ചു. ആ സമയത്താണ് വളരെ ഫേമസ് ആയ ഒരു വെയ്റ്റ് ലിഫ്റ്ററെ കുറിച്ച് മീര മനസ്സിലാക്കിയത്. കുഞ്ചറാണി ദേവി. ആരാണ്? കുഞ്ചറാണി ദേവി. നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച വനിതാ വെയ്റ്റ് ലിഫ്റ്റേഴ്സിൽ ഒരാളാണ് കുഞ്ചറാണി ദേവി. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ നിരവധി മത്സരങ്ങൾ ജയിച്ചിട്ടുണ്ട് കുഞ്ചറാണി ദേവി. ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചാണ് കുഞ്ചറാണി ദേവി ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റിംഗിലെ സൂപ്പർ സ്റ്റാറായി മാറിയത്. കുഞ്ചറാണി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ മീരയ്ക്ക് വലിയ ഉത്സാഹമായി. എനിക്കും ഒരു നാൾ കുഞ്ചറാണി ദേവിയെ പോലെ വലിയ ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആവണം, നമ്മുടെ കുഞ്ഞു മീര മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഏത് കാര്യത്തിലും നമ്മൾ നല്ല രീതിയിൽ പരിശ്രമിക്കണം, പ്രാക്ടീസ് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിയുള്ളൂ. നമ്മുടെ മീരയുടെ ഗ്രാമത്തിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടുള്ള പരിശീലനം കൊടുക്കുന്ന സ്ഥലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസവും 40 കിലോമീറ്റർ സഞ്ചരിച്ചാണ് നമ്മുടെ മീര വെയ്റ്റ് ലിഫ്റ്റിംഗ് കോച്ചിങ്ങിന് പോയിരുന്നത്. ഈ ദൂരമൊന്നും മീരയ്ക്ക് വലിയ പ്രശ്നമായിരുന്നില്ല. ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായി മാറണം എന്നുള്ള മീരയുടെ ഉറച്ച തീരുമാനം, അത് മീരയെ മുന്നോട്ട് നയിച്ചു. തന്റെ മുന്നിലേക്ക് വന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ഓരോ ദിവസവും കഴിയുന്തോറും മീര കൂടുതൽ കൂടുതൽ ശക്തയായി തീർന്നു. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. മീരയുടെ ഹാർഡ് വർക്ക്, കഠിനാധ്വാനം പതുക്കെ ലോകമറിയുന്ന ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആകുക എന്ന മീരയുടെ സ്വപ്നം സത്യമാക്കി. മീര ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച വെയ്റ്റ് ലിഫ്റ്റേഴ്സിൽ ഒരാളാണ്. മീര എന്ന മീരാഭായി ചാനു വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ വേൾഡ് ചാമ്പ്യനായ ഇന്ത്യയിലെ ആദ്യത്തെ ലേഡി വെയ്റ്റ് ലിഫ്റ്റർ എന്ന റെക്കോർഡ് മീരാഭായി ചാനുവിന് സ്വന്തം. ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്റർ എന്ന റെക്കോർഡും മീരാഭായി ചാനുവിനാണ്. ദേ ഇപ്പം ഏറ്റവും അടുത്തായി ഈ വർഷം 2026 നടന്ന കോമൺവെൽത്ത് ഗെയിംസിലും മീരാഭായി ചാനു ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണ്ണ മെഡൽ നേടി. ഒരിക്കൽ കാടും മലയും താണ്ടി വിറക് ശേഖരിച്ചിരുന്ന ഭാരമേറിയ വിറകുകെട്ടുകൾ നിഷ്പ്രയാസം ഉയർത്തിയിരുന്ന ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആകണം, ഒരു ചാമ്പ്യൻ ആകണം എന്ന് 12 വയസ്സിൽ ആഗ്രഹിച്ച മീരാഭായി ചാനു ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ്. ഇതാണ് ഇന്നത്തെ നമ്മുടെ കഥ. മീരാഭായി ചാനു എന്ന ഏറെ പ്രശസ്തയായ ഇന്ത്യൻ വെയ്റ്റ് ലിഫ്റ്ററുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറി. ഇഷ്ടമായോ? ഇനി ഇന്ന് നമുക്ക് കഥയോടൊപ്പം പേരുകൾ പറയണ്ടേ? അവന്തിക ബിനു നായർ, കേതൻ, ആത്മിക KM, ആഗ്നേയ് KM, ഇളാസായ, ഹെദാൻ ദക്ഷ്, ദേവതിഥി, ഇസ ജിൻഡോ, ത്രിഷിക ഹരികൃഷ്ണൻ, ആഗത ബെഫിൻ, ആഗ്ന ബെഫിൻ, കാശിനാഥ് അനീഷ്, നിവേദ് കൃഷ്ണ അനീഷ്, ആദിദേവ് പ്രദീപ്, സെറ ജോസഫ് ഗ്രേസർ, ധ്രുവ് ജിതിൻ, ഷിയാര, തൻവി രാഹുൽ, ആൽഡൻ ടോം ബിബിൻ, ലൂക്ക ജേക്കബ് അജയ്,
മാർത്ത ഗബ്രിയേൽ അജയ്, അലി റാബിൻ, മിന മറിയം, ഹിറ മറിയം, ഋതു ശരത്, നിഹാര ശങ്കർ, ദിയ ലിജോ, താര ലിജോ, സെഹൻ റവാൽ, ഇവാൻ അരവിന്ദ്, ഇവ വിജിത്, ആരാധ്യ രാഹുൽ, ഇസൽ മരിയ റോബിൻ, വൈദേഹി റിഷാന്ത്, നൈദേവി റിഷാന്ത്, നയോനിക ശ്രിയ, അൻവിത രോഹിത്, ഗൗരി ഗിൽസൺ, വിഹാൻ വിഷ്ണു, സ്വാതിക സുമിത്, അവ ഷസാന, യുവാൻ സ്നേഹൽ, ജാൻവി ജി ജെ, ഇനേയ ആകാശ്, ഹൈറ ഷെസ്മിൻ ചക്കുങ്കൽ, പാർവണ ശിവദാസ്, എലിസ മെൽവിൻ. ഇനി നമ്മുടെ പിറന്നാൾ കുട്ടികൾ: ഷയാൻ, സഹാന സുബിൻ, കൽഗ, ദേവദേവ് പ്രദീപ്. പിറന്നാൾ കുട്ടികൾക്ക് പിറന്നാൾ ആശംസകൾ. സ്നേഹമറിയിച്ച എല്ലാ ചക്കരക്കുട്ടികൾക്കും ചക്കരയുമ്മ. ആപ്പിൾ സ്റ്റോറി ക്ലബിലൂടെ നിങ്ങൾക്ക് ഈ കഥയൊക്കെ പറഞ്ഞു തരുന്ന എന്റെ പേര് അഞ്ജലി. അച്ഛനമ്മമാരെ, കഥയോടൊപ്പം കുഞ്ഞുങ്ങളുടെ പേരുകൾ കൂടി പറയണമെന്നുണ്ടെങ്കിൽ ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് വരൂ. പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. എന്നിട്ട് കുഞ്ഞുങ്ങളുടെ പേര് ഞങ്ങൾക്ക് മെസ്സേജായി അയക്കൂ. നിങ്ങൾ പേരയച്ചതിന് ശേഷം വരുന്ന 2 കഥകളിൽ ഏതെങ്കിലും ഒന്നിൽ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിന്റെ പേര് ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആ കഥകൾ കേൾക്കാൻ മറക്കരുത്. ആപ്പിൾ സ്റ്റോറി ക്ലബിന്റെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ID, ലിങ്ക് എല്ലാം ഈ കഥയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്കിനി മറ്റൊരു കഥയുമായി കാണാം.